+2 ബിസിനസ് സ്റ്റഡീസിൻ്റെ 12th ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതിൻ്റെ വീഡിയോ ക്ലാസ്സാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും ടെക്സ്റ്റ് തുറന്ന് വയ്ക്കുക. എടുക്കുന്ന പാഠഭാഗങ്ങൾ പെൻ ഓർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് മാർക്കറ്റിൽ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഹൈലി കോമ്പറ്റീഷനാണ് ബിസിനസ്മെൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദേ വാണ്ട് ടു പുഷ് അപ്പ് ദെയർ സെയിൽസ്. ബിസിനസ്മെൻ ഇൻഡൽജ് ഇൻ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഏത് വിധേനയും കൺസ്യൂമേഴ്സിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ നമ്മുടെ കയ്യിലേക്ക് വരുത്താൻ വേണ്ടി ബിസിനസ്മെൻ ഏത് മാൽ പ്രാക്ടീസും എന്ത് വഴിയും തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. ലൈക്ക് അപ്പോൾ സ്ക്രീനിൽ കാണാം, ഇറ്റ് ഇൻക്ലൂഡ്സ് സപ്ലൈ ഓഫ് ഡിഫക്റ്റീവ് ആൻഡ് അൺസേഫ് പ്രൊഡക്ട്സ്, adulteration, false and misleading advertisement, hoarding, black marketing, etc. So there arises need for providing protection to consumers. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് ഏത് വിധേനയും ബിസിനസ്മാൻ കൺസ്യൂമേഴ്സിനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ എന്തും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഒരു കാലഘട്ടത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഒരു അനിവാര്യമാണ്. നമുക്ക് നോക്കാം കൺസ്യൂമർ ഡെഫിനിഷൻ. Consumer Protection Act 1986 defines a consumer is an individual or an organization who buys goods and services for a consideration. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കൺസ്യൂമർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽ ഓർ എസ് ഓർഗനൈസേഷൻ ഹു ബൈസ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ എ കൺസിഡറേഷൻ. പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു വ്യക്തിയോ ഒരു ഓർഗനൈസേഷനെയോ നമ്മൾ കൺസ്യൂമർ എന്ന ഡെഫിനേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് ഒന്ന് വരാം. ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. നമ്മുടെ ചാപ്റ്ററിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കാണാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഹാസ് എ വൈഡ് അജൻഡ. ഇറ്റ് നോട്ട് ഓൺലി ഇൻക്ലൂഡ്സ് എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമേഴ്സ് അബൌട്ട് ദർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ബട്ട് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റിംഗ് ദർ ഗ്രീവൻസസ് റിഡ്രസ്ഡ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. അതിൽ പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ടു ഗീവ് ദ അവയർനെസ് അബൌട്ട് ദ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അത് മാത്രമല്ല, ബട്ട് ഓൾസോ ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് ദ ഗ്രീവൻസസ് റിഡ്രസ്ഡ്. ഇൻ കേസ് ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള കംപ്ലയിൻസോ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൃത്യമായി അത് ബോധിപ്പിക്കാനും നമുക്കത് റിഡ്രസ് ചെയ്യാനുള്ള ഒരു വേദിയും കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കാണാം, ആൾസോ ഇപ്പോൾ പ്രൊട്ടക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമർ ബട്ട് ആൾസോ റിക്വയർസ് ദ കൺസ്യൂമേഴ്സ് ടു ഗെറ്റ് ടുഗെദർ ആൻഡ് ഫോം ദംസെൽവ്സ്. കൺസ്യൂമേഴ്സ് അൺഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ അവർക്ക് ഒരു കൺസ്യൂമർ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാക്കുക, അവർ ഗ്യാദർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നതാണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. അതിൽ കൺസ്യൂമേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, കൺസ്യൂമർ ഇഗ്നോറൻസ്. In a usual practice, consumers are innocent and ignorant about the rights and relief against unfair trade practices. സത്യം അതാണ്, കൺസ്യൂമേഴ്സിന് സത്യം പറഞ്ഞാൽ അറിയില്ല അവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും ഇൻ കേസ് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ റിഡ്രസൽ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇഗ്നോറൻ്റ് ആണ് അവർ. അതുപോലെ തന്നെ മാർക്കറ്റിൽ നടക്കുന്ന അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്താണെന്ന് പോലും അറിയാത്ത കൺസ്യൂമേഴ്സ് ഉണ്ട്. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ട്സ് ദം ത്രൂ കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അപ്പോൾ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് കൺസ്യൂമർ ഇഗ്നോറൻസ് ആണ്. അപ്പോൾ ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം. In the light of widespread ignorance of consumers about their rights and reliefs available to them, it becomes necessary to educate them. അപ്പോൾ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബിക്കോസ് ഓഫ് കൺസ്യൂമർ ഇഗ്നോറൻസ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം, അൺഓർഗനൈസ്ഡ് കൺസ്യൂമേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൺസ്യൂമേഴ്സിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേദികളോ ഒന്നുമില്ല. കൺസ്യൂമേഴ്സ് നീഡ് ടു ബി ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് വിച്ച് വുഡ് പ്രൊട്ടക്ട് ദർ ഇൻട്രസ്റ്റ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഗ്യാദർ ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻസിൽ വരുന്നുണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ. ബിക്കോസ് കൺസ്യൂമേഴ്സ് ആർ അൺഓർഗനൈസ്ഡ് ആണ്, വി വാണ്ട് ടു ഓർഗനൈസ് ദം. സോ സെക്കൻഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം. Consumers need to be organized in the form of consumer organization which would take care of their interest. കൺസ്യൂമേഴ്സിന് ഇൻട്രസ്റ്റ് ടേക്കൻ കെയറിന് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു മെക്കാനിസം നിലവിലില്ല.
അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻസ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അൺഓർഗനൈസ്ഡ് കൺസ്യൂമേഴ്സ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. മൂന്നാമത്തെ കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ, തേർഡ് പോയിന്റ്. Consumers need protection against unfair trade practices like defective and unsafe products, black marketing, hoarding, adulteration. കൺസ്യൂമേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ ചാപ്റ്ററിൻ്റെ, ബിസിനസ്മാൻ ഏത് വിധേനയും ലാഭം ഉണ്ടാക്കുക എന്നുള്ള കാരണത്താൽ കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പലതരത്തിലുണ്ട്. ചിലത് കൺസ്യൂമേഴ്സ് അറിയുന്ന പോലും ഇല്ലാത്ത രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കൺസ്യൂമേഴ്സിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഒന്ന് അവരെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തേർഡ് പോയിന്റ് ടെക്സ്റ്റിൽ പറയുന്നത് വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് മൈറ്റ് ബി എക്സ്പ്ലോയിറ്റഡ് ബിക്കോസ് ഓഫ് മെനി അൺഹെൽത്തി ആൻഡ് ഡിഫക്റ്റീവ് അൺസേഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ പല രീതിയിലുള്ള മാർക്കറ്റിൽ കാണുന്ന അൺസേഫ് പ്രൊഡക്റ്റ്, അഡൾട്രേഷൻ, ഫാൾസ് ആൻഡ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, ഹോർഡിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഈ രീതിയിലുള്ള ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദേ നീഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സച്ച് മാൽ പ്രാക്ടീസസ് ഫ്രം ദ സെല്ലേഴ്സ്. സോ മൂന്നാമത്തെ ഒരു പോയിന്റ് കൺസ്യൂമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ് വരുന്നത് കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനാണ്. നാലാമത്തെ, നമ്മളിപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് ഉള്ളൂ. അപ്പോൾ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ കസ്റ്റമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ബിക്കോസ് കൺസ്യൂമേഴ്സ് ആർ ഇഗ്നോറൻസ്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇഗ്നോറൻസ് വരുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ആർ unorganized. Third one, consumer exploitation. Then the importance from the business point of view എന്താണ് നോക്കാം. ടെക്സ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ കാണാം. ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ്, ഫസ്റ്റ് വൺ, ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ബിസിനസ്സിന് തന്നെയാണ്. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നോട്ട് ഓൺലി പ്രൊവൈഡ് റിപ്പീറ്റഡ് സെയിൽസ് ബട്ട് ഓൾസോ ഗിവ് ഗുഡ് ഫീഡ്ബാക്ക് ടു പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയാൽ അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ അനുസരിച്ച് പോവുക മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ പ്രൊവൈഡ് റിപ്പീറ്റഡ് സെയിൽസ് ബട്ട് അഗെയിൻ ദേ വിൽ ഗിവ് എ ഫീഡ്ബാക്ക് ടു ദ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. അവരുടെ നമ്മൾ പറയാം വേർഡ് ഓഫ് മൗത്ത് കിട്ടുന്ന ഒരു പബ്ലിസിറ്റി ഉണ്ട്, ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് അതും. അപ്പോൾ ദിസ് വിൽ ഹെൽപ്പ് ടു ഇൻക്രീസ് സെയിൽസ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു, അതുപോലെ തന്നെ ബിസിനസ്മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കൺസ്യൂമറിൻ്റെ പ്രൊട്ടക്ഷൻ, ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ ഫസ്റ്റത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദേ വിൽ ഗെറ്റ് എ ലോങ് ടേം ആയിട്ടുള്ള ഒരു റിട്ടേൺ. ടെക്സ്റ്റിലേക്ക് ഇന്ന് വരികയാണെങ്കിൽ എൻലൈറ്റൻ ബിസിനസ് റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദർ ലോങ് ടേം ഇൻട്രസ്റ്റ് ടു സാറ്റിസ്ഫൈ ദർ കസ്റ്റമേഴ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നോട്ട് ഓൺലി ലീഡ് ടു റിപ്പീറ്റ് സെയിൽസ് ബട്ട് ഓൾസോ പ്രൊവൈഡ് എ ഗുഡ് ഫീഡ്ബാക്ക്. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പറഞ്ഞത്. രണ്ടാമത്തെ, യൂസ് ഓഫ് റിസോഴ്സസ് ഫ്രം ദ സൊസൈറ്റി. അനദർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആസ് ദ ബിസിനസ് മേക്സ് യൂസ് ഓഫ് സൊസൈറ്റീസ് റിസോഴ്സസ് ഇറ്റ് ഹാസ് എൻ ഒബ്ലിഗേഷൻ ടു ഗീവ് റീസണബിൾ റിട്ടേൺ ടു ദ നേഷൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. ഈ ബിസിനസ് നിലനിൽക്കുന്നത് സൊസൈറ്റി ഉള്ളത് കൊണ്ടാണ്, സൊസൈറ്റി റിസോഴ്സസ് ഉപയോഗിച്ചതാണ്, മെറ്റീരിയൽസ്, മെഷീനറി ഒക്കെ അതിന് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ദർ ഒബ്ലിഗേഷൻ ടു ഗീവ് എ റീസണബിൾ റിട്ടേൺ ടു ദ നേഷൻ ആൻഡ് ഇറ്റ്സ് എ പീപ്പിൾ. രണ്ടാമത്തെ പറയുന്നത് ടെക്സ്റ്റിലേക്ക് വരാം, നോക്കാം, മാർക്ക് ചെയ്തു. ബിസിനസ് ഓർഗനൈസേഷൻ യൂസ് റിസോഴ്സസ് വിച്ച് ബിലോങ് ടു സൊസൈറ്റി, ദസ് they have a responsibility to supply such products and render such services. അവരുടെ ഉത്തരവാദിത്തമാണ്, സൊസൈറ്റീനെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് അത് തിരിച്ചു കൊടുക്കുക, സൊസൈറ്റി ആവശ്യപ്പെടുന്ന തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന രീതിയിലാണ്, ഒബ്ലിഗേഷനാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസിൽ പറയുന്നത്. മൂന്നാമത്തിൽ നമുക്ക് നോക്കാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. എ ബിസിനസ് ഹാസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ലൈക്ക് ഷെയർഹോൾഡേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെൻറ്, എക്സെട്ര. Therefore, it should not be an exploiter, much be an servant. സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. കാരണം ചില ഗ്രൂപ്പുകൾ, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെൻറ്, അങ്ങനെ കുറേ ആളുകളോടുള്ളൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അവരെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ബിസിനസ് സ്ഥാപനം ഉള്ളത്. സോ ഒരു എക്സ്പ്ലോയിറ്റർ അല്ല വേണ്ടത്, അവരുടെ സെർവൻ്റ് എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകേണ്ടത്. അതായിരിക്കണം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ വരാം. എ ബിസിനസ് ഹാസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ദ വേരിയസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. Business organizations make money by selling goods and providing services to consumers. Thus, consumers form an important group among the many stakeholders of the business. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ
കൺസ്യൂമേഴ്സാണ് ഇപ്പോൾ ലൈക്ക് ഷെയർഹോൾഡേഴ്സും എംപ്ലോയീസും ഉള്ള പോലെ തന്നെ അതിനേക്കാൾ ഉപരി നിലനിൽപ്പിൻ്റെ ഭാഗമാണ് കൺസ്യൂമേഴ്സ്. അപ്പോൾ അവരോട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല വേണ്ടത്, അവരോട് നമ്മൾ സെർവ് ചെയ്യാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പോയിന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫൈനലി മോറോവർ മോറൽ ജസ്റ്റിഫിക്കേഷനും കൂടിയാണ് നമ്മളോട് തന്നെ കാണിക്കുന്ന നമ്മളുടെ തന്നെ ഒരു മാനസിക സംതൃപ്തിയും ഇതിൻ്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് എ മോറൽ ഡ്യൂട്ടി ഓഫ് എനി ബിസിനസ് മാൻ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. ലൈക്ക് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുക മോറൽ ജസ്റ്റിഫിക്കേഷൻ്റെ ഭാഗമാണത്. ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ മോറൽ ഡ്യൂട്ടി ഓഫ് എനി ബിസിനസ് ടു ടേക്ക് കെയർ ഓഫ് കൺസ്യൂമർ ഇൻട്രസ്റ്റ് ആൻഡ് അവോയ്ഡ് എനി ഫോം ഓഫ് ദർ എക്സ്പ്ലോയിറ്റേഷൻ. അതൊന്ന് മാർക്ക് ചെയ്യുക. ഫൈനലി ടെക്സ്റ്റിൽ അടുത്ത പോയിന്റ് കാണാം, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഇപ്പോൾ ഒരു ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പല നാൾ കള്ളൻ ഒരിക്കൽ പിടിക്കപ്പെടും. വൺസ് അത് ആ രീതിയിൽ വരികയാണെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ കരടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. A business engaging in any form of exploitative trade practices would invite government intervention. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ പല അസോസിയേഷൻ്റെ ഇടപെടലുകളൊക്കെ വന്നു തുടങ്ങിയാൽ അത് നമ്മളുടെ ഇമേജിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫൈൻ പോയിന്റ് അത് പറയുന്നത്, എ ബിസിനസ് engaging in any form of exploitative trade practices would invite government intervention or an action. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങുന്നതിന് തുല്യമാണ്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഇത്തരം പരിപാടിയിലേക്ക് കടന്നു പോകാൻ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ് മാൻ. ഫസ്റ്റ് വൺ, ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ് ആൻഡ് യൂസ് ഓഫ് resources from the society, social responsibility, moral justification, finally government intervention. Okay, then now we are going to the legal protection to consumers. നിലവിൽ in India കൺസ്യൂമേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലീഗൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സം ആക്റ്റുകൾ ഏതൊക്കെയാണ്, നിലവിൽ റിവൈലിംഗ് ആയിട്ടുള്ള കുറച്ച് ആക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ CPA കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തന്നെയാണ് 1986 വന്ന. ഇറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിഫക്റ്റീവ് ഗുഡ്സ്, unfair trade practices and all other exploitation. It provides for protection of consumer rights and redressal of consumer disputes. മേജറായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ്, അൺഫെയർ പ്രാക്ടീസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് കുറേ അവകാശങ്ങൾ കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ക്ലെയിമുകൾ അല്ലെങ്കിൽ കംപ്ലയിൻസിനെ കൃത്യമായി റിഡ്രസ് ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് അക്കോർഡിംഗ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചിട്ടാണ്. ഇറ്റ് ആൾസോ പ്രൊവൈഡ് സെറ്റിംഗ് ഓഫ് 3-tier മെഷീനറിയാണ് അതിൻ്റെ ഭാഗം. നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ പഠിക്കും. ഡിസ്ട്രിക്ട് ഫോറംസും സ്റ്റേറ്റ് കമ്മീഷൻസും നാഷണൽ കമ്മീഷനൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സിൽ വരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. സെക്കൻഡ് വൺ കോൺട്രാക്ട് ആക്ട്. ദ കോൺട്രാക്ട് ആക്ട് 1982. This act specifies the remedies available in case of breach of contract. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഈ കോൺട്രാക്റ്റുകൾ വരുന്ന എഗ്രിമെൻറ്റുകൾ വരുന്ന പലതരത്തിലുള്ള ബ്രീച്ചുകൾ വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്റ്റാണ് ദ കോൺട്രാക്ട് ആക്ട് 1982. Another one, Sale of Goods Act. It assures some safeguards to buyers of goods in case of goods not conform the implied conditions or warranties. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസോ വാറൻറ്റീസോ ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ, സെല്ലർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസോ വാറൻറ്റീസോ ഒന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. Another one, Essential Commodities Act 1955. This act suggests for action against anti-social activities of profiteers, അപ്പോൾ ഇതിന് hoarders and black marketers. അവരുടെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് വഴി കൺസ്യൂമേഴ്സ് ഉണ്ടാവാവുന്ന, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചില എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ലൈക്ക് ഡ്രഗ്സ്, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. മെയിനായിട്ട് മരുന്നും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ ഒളിപ്പിച്ച് വെക്കുക, വില കൂട്ടാൻ വേണ്ടി ബ്ലാക്ക് മാർക്കറ്റിംഗ് നടത്തുക, അങ്ങനത്തെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് വരുമ്പോൾ അതിനെതിരെ നമുക്കുള്ള ഒരു സേഫ് ഗാർഡ് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്ന് പറയുന്ന 1955. Then fifth one, Agricultural Produce Grading and Marketing Act 1937. It lays down the procedure for grading, marking and packing of agriculture products.
ദ ക്വാളിറ്റി മാർക്ക് ഈസ് നോൺ ആൻ എഗ് മാർക്ക്. നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഗ്രേഡിങ്ങും അതുപോലെ തന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള ഒരു ആക്റ്റാണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് എന്ന് പറയുന്ന ആക്ട് 1937. ദെൻ 6th വൺ, ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954 ടു ചെക്ക് അഡൾട്രേഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് ആൻഡ് എൻഷ്യൂർ ദ പ്യൂരിറ്റി, അതിനുവേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ആക്റ്റാണ് 6th വൺ. 7th വൺ, സ്റ്റാൻഡേർഡ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ അളവും തൂക്കവും കൃത്യമാണോ എന്ന് നമുക്ക് പരിഗണിക്കാനുള്ള ഒരു ആക്റ്റാണ്. ഇറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് അഗെൻസ്റ്റ് ദ മാൽ പ്രാക്ടീസ് ഓഫ് അണ്ടർ വെയ്റ്റ് ഓർ അണ്ടർ മെഷർ. പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് സംഭവിക്കാറുള്ള ഒരു സിറ്റുവേഷനാണിത്, അണ്ടർ വെയ്റ്റ് അല്ലെങ്കിൽ അണ്ടർ മെഷറൊക്കെ വരുന്നത്. അതിനെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള ഒരു ആക്റ്റാണ്. ദെൻ 8th വൺ, ട്രേഡ് മാർക്ക് ആക്ട്. ദിസ് ആക്ട് പ്രിവെൻറ്റ്സ് യൂസ് ഓഫ് ഫ്രോഡ്ലൻറ്റ് മാർക്സ്. ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ചില പ്രൊഡക്റ്റാണെന്ന് വിചാരിച്ച് വാങ്ങുമ്പോൾ വാങ്ങിയതിന് ശേഷമായിരിക്കും അറിയാതെ ആ പ്രൊഡക്റ്റ് അല്ല, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ട്രേഡ് മാർക്കായിരുന്നു, അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് കാണാറുണ്ട്. ആ രീതിയിൽ നമ്മളെ പറ്റിക്കപ്പെട്ടാൽ, ചീറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് ട്രേഡ് മാർക്ക് ആക്ട് 1999 വരുന്നത്. Another one, Competition Act 2002. This act replaced MRTP Act 1969 വന്ന മോണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2002 വന്ന ഒരു ആക്ടാണ് കോമ്പറ്റീഷൻ ആക്ട്. ഇറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് in case policies adopted by business firm hamper competition in the market. കൺസ്യൂമേഴ്സിന് ബിക്കോസ് ഓഫ് കോമ്പറ്റീഷൻ കൺസ്യൂമേഴ്സിന് ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഹെൽത്തിനോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മറ്റേത് രീതിയിൽ അവരെ സേഫ് ഗാർഡ് ചെയ്യാത്ത രീതിയിൽ ഒരു ആക്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ അവരിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ആക്റ്റാണ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത്. ദെൻ ഫൈനലി 10th വൺ, ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് 1986. Bureau has two sets of activities: formulation of quality standards and certifying through BIS. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ISI മാർക്ക് നോക്കുക, അതുപോലെ തന്നെ BIS മാർക്ക് നോക്കുക. By this producer you can use ISI mark of the products only if the products meet the prescribed quality. Also there is a grievance cell under the bureau accept the complaints from the consumers. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ISI മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യണ്ട എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന മാർക്കുകളല്ല ഈ ISI മാർക്ക്, BIS മാർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് നിയമങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നിയമ സംവിധാനങ്ങളാണിത്. ലിസ്റ്റിൽ കാണുന്ന പോലെ 10 എണ്ണം ടെക്സ്റ്റിലും ഉണ്ട്. ലീഗൽ പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, അതുപോലെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആക്ട് വരുന്നുണ്ട്, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ, സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ്, ട്രേഡ് മാർക്ക് ആക്ട്, കോമ്പറ്റീഷൻ ആക്ട് 10th വൺ, ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് 1986. ഇത്രയും ആക്റ്റുകളാണ് നിലവിൽ അറ്റ് പ്രസൻറ്റ് കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത്. പക്ഷേ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചാണ്. നമ്മൾ അതിലേക്കാണ് വീണ്ടും വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ. നമുക്ക് ടെക്സ്റ്റിലേക്ക് ഒന്ന് വരാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ആ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അനുസരിച്ച് ടെക്സ്റ്റിലേക്ക് ഒന്ന് വന്നാൽ പേജ് നമ്പർ 374 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് CPA എന്ന് പറയുന്നത് മെയിൻലി കൺസ്യൂമേഴ്സിന് 6 അവകാശങ്ങൾ, 6 നമ്പർ ഓഫ് റൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റിലൊന്ന് നോക്കാം. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പേജ് നമ്പർ 375 ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രൊവൈഡ്സ് 6 rights of consumers. The Consumer Protection Council set up under the Act are intended to promote and protect the various rights of the consumers. കൺസ്യൂമേഴ്സിന് കുറച്ച് അവകാശങ്ങൾ, നമ്പറായിട്ട് പറഞ്ഞാൽ 6 തരത്തിലുള്ള അവകാശങ്ങൾ അക്കോർഡിംഗ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അനുസരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, റൈറ്റ് ടു സേഫ്റ്റി. സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്കത് അധികം നേരം കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു പിക്ചറാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കൺസ്യൂമർ ഹാവ് ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഗുഡ്സ് വിച്ച് ആർ ഹസാർഡസ് ടു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമുക്കറിയാം, നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ ഒരു അവകാശമാണ് ആ സാധനം വിശ്വസിച്ച് വാങ്ങുമ്പോൾ അതിൽ നിന്നും കിട്ടേണ്ട തരത്തിലുള്ള മിനിമം കിട്ടേണ്ടതായിട്ടുള്ള സേഫ്റ്റി എന്ന് പറയുന്നത്. മാനുഫാക്ചേഴ്സ് ഡിഫെക്ട്സ് ഇൻ ഇലക്ട്രിക്കൽ ഗുഡ്സ്, പ്രഷർ കുക്കേഴ്സ് എക്സെട്ര മേ endanger the life of
കൺസ്യൂമേഴ്സ്. നമുക്ക് പലപ്പോഴും പല ടി വിയിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പല ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന മാനുഫാക്ചേഴ്സിൻ്റെ ഡിഫക്ട്സ് കൊണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇഷ്യൂസ്, പല ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു സേഫ്റ്റി. അത് കൺസ്യൂമറിൻ്റെ അവകാശമാണ്. ടെക്സ്റ്റിലേക്ക് വരാം, മാർക്ക് ചെയ്യാം. The consumer has a right to be protected against the goods and services which are hazardous to the life and health. അതൊന്ന് മാർക്ക് ചെയ്യാം. Thus the consumers are educated and എൻ്റെ കുറച്ച് മുതൽ ലൈൻ കഴിഞ്ഞിട്ട് കാണാം. Thus the consumers are educated that they should use electrical appliances which are ISI marked, as this would be an assurance of such products meeting quality of specifications. അപ്പോൾ ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ അതിന് കൊടുക്കാവുന്ന കാര്യങ്ങൾ ISI മാർക്കുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുക, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുക. എന്നിരുന്നാലും കൺസ്യൂമറിൻ്റെ അവകാശമാണ് റൈറ്റ് ടു സേഫ്റ്റി എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ അവകാശത്തെക്കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ റൈറ്റ് ടു ബി ഇൻഫോംഡ്. നോക്കാം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ പ്രൊഡ്യൂസർ ഷുഡ് ഡിസ്ക്ലോസ് ഓൾ facts regarding his products. Information about the quantity, quality, price, date of manufacturing, ingredients, precautions before using, etc. should be given. അത് നമ്മുടെ അവകാശമാണ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ടോ എല്ലാം ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്ന് പറയുന്നത്. അത് ഇൻക്ലൂഡിങ് അതിൻ്റെ ക്വാണ്ടിറ്റി ആവാം, ക്വാളിറ്റി ആവാം, പ്രൈസ് ആവാം, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, ഡേറ്റ് ഓഫ് എക്സ്പയറി, ഇൻക്ലൂഡിങ് ഇൻഗ്രീഡിയൻസ്, പ്രിക്കോഷൻസ് ബിഫോർ യൂസിങ്, എവിടെ യൂസ് ചെയ്യണം, എവിടെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ടെക്സ്റ്റിലേക്ക് വരാം. ദ കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു ഹാവ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ് he intends to buy, including its ingredients, date of manufacture, price, quantity, directions for use, etc. അതൊന്ന് മാർക്ക് ചെയ്യുക. ദെൻ റൈറ്റ് ടു ബി ഇൻഫോംഡ്. നെക്സ്റ്റ് വൺ റൈറ്റ് ടു ചൂസ്. നമ്മളൊരു കടയിൽ ചെന്നാൽ ഏത് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, മറ്റുള്ള ആളുടെ കമ്പൽഷനിലല്ല നമ്മൾ വാങ്ങേണ്ടത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് കൺസ്യൂമർ ഹാസ് ദ ചാൻസ് ടു ചൂസ് ഫ്രം ഓൾട്ടർനേറ്റീവ്സ്. ദ പ്രൊഡ്യൂസർ ഷുഡ് നോട്ട് ടേക്ക് അവേ ദ റൈറ്റ് ത്രൂ അഗ്രസീവ് സെല്ലിംഗ് ടെക്നിക്സ്. ഒരിക്കലും നമ്മളെ കമ്പൽ ചെയ്തുകൊണ്ട് ഒരു സാധനം വാങ്ങിപ്പിക്കരുത്. അത് നമ്മുടെ റൈറ്റാണ് ഏതെടുക്കണം ഫ്രം ദ ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളത്. അതാണ് റൈറ്റ് ടു ചൂസ് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് പല കടകളിലൊക്കെ പോകുമ്പോൾ അഗ്രസീവായിട്ടുള്ള സെല്ലിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ പ്രഷറൈസ് ചെയ്തുകൊണ്ട് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് റൈറ്റ് ടു ചൂസിന് അഗെയിൻസ്റ്റ് ആണ്. ടെക്സ്റ്റിലേക്ക് വരാം, മാർക്ക് ചെയ്യാം. ദ കൺസ്യൂമർ ഹാസ് ആൻ ഫ്രീഡം ടു ചൂസ് ഫ്രം വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അറ്റ് എ കോമ്പറ്റേറ്റീവ് പ്രൈസസ്. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കറിയാം ഇന്നത്തെ മാർക്കറ്റിൽ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഫ്രം ദാറ്റ് ഇറ്റ്സ് അവർ റൈറ്റ് ടു ചൂസ് ഫ്രം ദ ആൾട്ടർനേറ്റീവ്സ്, നോട്ട് ദ സെല്ലർ. അത് സെല്ലർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല എന്നുള്ളതാണ് റൈറ്റ് ടു ചൂസ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശത്തിൽ പെടുന്നത്. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, റൈറ്റ് ടു ബി ഹിയർഡ്. Every consumer would like to be assured that complaints or grievances regarding a product or services will be considered. നമുക്കൊരു കംപ്ലയിൻറ്റ് വന്നു, ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ വിചാരിച്ച രീതിയിലല്ല അതിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ ഭാഗത്ത് നിന്ന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കടയിൽ ചെല്ലുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കാനുള്ള, അത് കേട്ട് നമ്മളെ സമാധാനിപ്പിക്കുകയോ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനുള്ള ഉത്തരവാദിത്തം കടക്കാർക്കുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ കേൾക്കണം എന്നുള്ളതാണ് റൈറ്റ് ടു ബി ഹിയർഡ് എന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ് ടെക്സ്റ്റിലേക്ക് വരാൻ മാർക്ക് ചെയ്യുക. ദ കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു ഫയൽ എ complaint and to be heard in case of dissatisfaction with a good or service. It is because of this reason that many of enlightened business firms have set up their own consumer service and grievances sellers. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം പല പേരുകേട്ട പല കമ്പനികൾ 24/7 അത്രയും എന്താ പറയുക കൺസ്യൂമർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ്റെ ഭാഗമായിട്ട് കൺസ്യൂമർ സർവീസ് സെല്ലുകളും അതുപോലെ തന്നെ കൺസ്യൂമർ നമ്പറുകളൊക്കെ നമുക്ക് തരാറുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീവൻസസ് ഉണ്ടോ, കംപ്ലയിൻറ്റ്സ് ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, എൻക്വയറീസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമ്പറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റൈറ്റ് ടു ബി ഹിയർ നമ്മുടെ അടുത്തൊരു അവകാശത്തിൻ്റെ ഭാഗമാണ്. ദ ഫിഫ്ത്ത് വൺ, നമ്മൾ 6 ഉള്ളത്. അഞ്ചാമത്തെ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. ഇനി നമ്മുടെ അവകാശങ്ങൾ അവിടെ ഹനിക്കപ്പെട്ടാൽ, നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ, when the consumers are cheated or exploited, they have a right to get compensation. നമുക്ക് നേടിയെടുക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് നമുക്ക് കിട്ടേണ്ട അവകാശം കിട്ടിയില്ലെങ്കിൽ അതിന് കോമ്പൻസേഷനും പെനാൽറ്റീസും നമുക്ക് ഇമ്പോസ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നത് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. ഫിഫ്ത്ത് പോയിന്റ് മാർക്ക് ചെയ്യാം. ദ കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് റിലീഫ് ഇൻ കേസ് ഓഫ് പ്രൊട്ടക്ട്
case of the product or services falls short of his expectations. The Consumer Protection Act provides number of reliefs to consumers, including replacement of product, removal of defect in the product, compensation paid for any loss or injury suffered by the consumers, etc. ഇപ്പോൾ നിലവിൽ നമുക്ക് പേപ്പറിലൊക്കെ ഒരുപാട് ഇത് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൺസ്യൂമേഴ്സ് ഇതിൻ്റെ കേസ് പോവുകയും അതനുസരിച്ച് കൺസ്യൂമേഴ്സ് കിട്ടുന്ന ഒരുപാട് റിലീഫ് ലൈക്ക് ഇൻക്ലൂഡിങ് റീപ്ലേസ്മെൻറ്റ് പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ, ഡിഫക്റ്റ് റീപ്ലേസ് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ, ഇതൊന്നുമല്ല കോമ്പൻസേഷൻ കൊടുക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇഞ്ചറീസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ കോമ്പൻസേഷൻ കൊടുക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ നമ്മുടെ അവകാശത്തിൻ്റെ ഭാഗമാണ്. ഫൈനലി, സിക്സ്ത് വൺ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. A consumer can get protected against fraud and malpractice only with the help of knowledge and proper education. He should know the rights and remedies available to him. അപ്പോൾ അവസാനത്തെ അവകാശം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് റൈറ്റ് ടു ബി എഡ്യൂക്കേറ്റഡ്. ഇങ്ങനത്തെ അവകാശങ്ങളുണ്ട്, ഇങ്ങനത്തെ റൈറ്റ്സ് ഉണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നാലാണ് അവൻ ഇതിൻ്റെ കൂടെ പോവുള്ളൂ, അവകാശങ്ങൾക്ക് നേടിയെടുക്കാൻ പോവുള്ളൂ. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി വിത്ത് പ്രോപ്പർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അതും അവൻ്റെ അവകാശമാണ്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ടെക്സ്റ്റിലേക്ക് വരാം, മാർക്ക് ചെയ്തു. ദ കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു അക്വയർ നോളേജ് ആൻഡ് ടു ബി വെൽ ഇൻഫോംഡ് കൺസ്യൂമർ ത്രൂ ഔട്ട് ദ ലൈഫ്. ഹി ഷുഡ് be aware about his rights and the reliefs available to him in case of product or services falling short of his expectation. കൺസ്യൂമറിൻ്റെ അവകാശത്തിൻ്റെ ഭാഗമാണ് റൈറ്റ് ടു ഗെറ്റ് എഡ്യൂക്കേഷൻ അബൌട്ട് ദ കൺസ്യൂമർ റൈറ്റ്സ്. സോ ദീസ് ആർ ദ റൈറ്റ്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 6 തരത്തിലുള്ള കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കുള്ള അവകാശങ്ങൾ. അത് പാഠഭാഗത്തിൻ്റെ ഭാഗം എന്ന നിലയ്ക്കല്ല, ഇനിയുള്ള ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ബിക്കോസ് ആ കൺസ്യൂമർ എന്ന് പറയുന്നത് നിത്യജീവിതത്തിലാണ് നമ്മൾ. ഇപ്പോൾ റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹിയർ, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇത് കൃത്യമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നൊരു ഭാഗം കൂടിയാണ്. ഇത്രയാണ് ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുക. എടുത്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.